MLA വിദ്യാ ബാലകൃഷ്ണന് വന്ന വ്യാജ ഓഫറിൽ ഡൽഹി കേന്ദ്രീകരിച്ച് അന്വേഷണം. തട്ടിപ്പ് സംഘത്തിന്റെ വാട്സ്ആപ്പ് കോളിന്റെ വിശദാംശങ്ങൾ സൈബർ പോലീസ് ശേഖരിച്ചു. സംഭവത്തിൽ ശാസ്ത്രീയ പരിശോധനകൾ നടത്തുമെന്നും പോലീസ് അറിയിച്ചു. വിവരങ്ങളുമായി ചേതൻ സാജനാണ് ചേരുന്നത്. ചേതൻ, പ്രിയങ്ക ഗാന്ധിയുടെ അനുയായികൾ അല്ലെങ്കിൽ അടുത്ത ആളുകൾ എന്ന പേരിൽ വന്ന കോളാണ്. 3 കോടി രൂപ നൽകിയാൽ മന്ത്രി ആക്കാമെന്നായിരുന്നു MLAയ്ക്കുള്ള വാഗ്ദാനം. എന്തായാലും ഡൽഹി കേന്ദ്രീകരിച്ചാണോ അന്വേഷണം നടത്താനായിട്ടുള്ള തീരുമാനം? എന്താണ് വിവരങ്ങൾ? കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താനാണ് ഇപ്പോൾ തീരുമാനം. 3 കോടി രൂപയ്ക്ക് മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്ത് എലത്തൂർ MLA വിദ്യാ ബാലകൃഷ്ണനെ വിളിച്ചത് ഈ ദില്ലി കേന്ദ്രീകരിച്ച് ഉള്ള സൈബർ തട്ടിപ്പ് സംഘമാണെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. വാട്സാപ്പ് കോൾ വഴിയാണ് വിദ്യാ ബാലകൃഷ്ണന് ഇത്തരത്തിൽ ഫോൺ വന്നത്. സിം കാർഡ് ഉടമയുടെ മേൽവിലാസം അന്വേഷണ സംഘം ഇതിനോടകം തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ സംഭവത്തിൽ പ്രിയങ്ക ഗാന്ധി വയനാട് സൈബർ പോലീസിൽ നൽകിയ പരാതിയിലും സമാനമായി കേസ് വയനാടും രജിസ്റ്റർ ചെയ്ത സാഹചര്യവുമുണ്ട്. ഈ പ്രിയങ്ക ഗാന്ധിയുടെ MP ഓഫീസിൽ നിന്ന് രാജ്കുമാർ ആണെന്ന് പരിചയപ്പെടുത്തിയാണ് കഴിഞ്ഞ 6-ാം തീയതി ഈ വിദ്യാ ബാലകൃഷ്ണന് ഫോൺ കോൾ, വാട്സാപ്പ് കോൾ വന്നത്. ഇംഗ്ലീഷിലായിരുന്നു സംസാരം. ജില്ലയിലെ MP നിന്നാണ് നമ്പർ വാങ്ങിയതെന്നാണ് വിളിച്ച രാജ്കുമാർ വിദ്യയോട് പറഞ്ഞത്. നമ്പറിന്റെ ഉടമ തന്നെയാണോ MLA വാട്സാപ്പ് കോൾ ചെയ്തത് എന്ന കാര്യത്തിൽ നിലവിൽ ഇപ്പോൾ സ്ഥിരീകരണമില്ല. ശാസ്ത്രീയ പരിശോധനാ ഫലം വന്നാൽ മാത്രമേ അന്വേഷണ സംഘം ദില്ലിയിലേക്ക് ചെന്ന് അന്വേഷിക്കുന്നത്. മന്ത്രിസഭാ പുനഃസംഘടന ഉടൻ വരുമെന്നും 3 കോടി രൂപ നൽകിയാൽ മന്ത്രിയാക്കാമെന്നുമായിരുന്നു വിദ്യയ്ക്ക് ലഭിച്ച വാഗ്ദാനം. ഈ സംശയത്തെ തുടർന്ന് ഈ പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോഴാണ് തട്ടിപ്പാണെന്ന് വിദ്യാ ബാലകൃഷ്ണൻ തിരിച്ചറിഞ്ഞത്. പാർട്ടി നിർദ്ദേശത്തെ തുടർന്നാണ് കഴിഞ്ഞ 11-ന് പരാതിയും നൽകുന്നത്. മന്ത്രിയാക്കാനുള്ള നടപടിക്രമങ്ങൾ വിവരിച്ച് ഈ ഇംഗ്ലീഷിലെ സംഭാഷണം 10 മിനിറ്റോളം നീണ്ടപ്പോഴാണ് ഇതൊരു തട്ടിപ്പാണെന്ന സംശയം വിദ്യയിൽ തോന്നി തുടങ്ങിയത്. തുടർന്ന് വിദ്യയുടെ ഫോൺ നമ്പർ കൈമാറിയെന്ന രാജ്കുമാർ എന്നയാൾ സൂചിപ്പിച്ച ജില്ലയിലെ MP വിദ്യ ഇക്കാര്യം ചോദിച്ചപ്പോൾ AICC ആസ്ഥാനത്ത് നിന്നാണെന്ന് പറഞ്ഞു ഒരാൾ വിളിച്ചെന്നും ജില്ലയിലെ 2 MLA ഫോൺ കോൾ വാങ്ങിയെന്ന മറുപടിയുമാണ് MP നൽകിയത്. വിദ്യാ ബാലകൃഷ്ണൻ ലഭിച്ചതിന് സമാനമായി മറ്റു ചില ജനപ്രതിനിധിക്കും ഓഫർ ലഭിച്ചതായും സൂചനയുണ്ട്. സംഭവത്തിൽ ഗൂഢാലോചന അടക്കം നടന്നിട്ടുണ്ടോ എന്ന കാര്യം പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. അക്ഷയ്. ശരി, ചേതൻ സാജനാണ് വിവരങ്ങൾ നൽകിയത്.